ഡ്രസ്സ്, ബാഗ്, അത് മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ബാഗാണ്. എനിക്ക് ബാഗ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ആദ്യം എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം പോരായ്മ. ലെതറിന്റെ ബാഗല്ല, വേറെ ഏതൊരു മെറ്റീരിയൽ കുറച്ചുകൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ ഇന്ന് ഒരു ഹോൾ വീഡിയോ ആണ്. ഇതിനകത്ത് കുറച്ച് സാൻഡൽസ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഡ്രസ്സസും കുറച്ച് അക്സസറീസും ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയാണ് ഹോൾ വീഡിയോ എടുക്കുന്നതെന്നും വലിയ പിടിയൊന്നുമില്ല, ആദ്യമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ മാക്സിമം ഞാൻ കാണിച്ചു തരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വീഡിയോയിലോട്ട് പോവാം. ആദ്യം കുറച്ച് ഡ്രസ്സാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഡ്രസ്സ് ഇതാണ്. ഇതൊരു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡായിട്ടുള്ളൊരു കോട്ട് സെറ്റാണ്. ഇതിൻ്റെ കൂടെ പലാസോ കൂടെ വരുന്നുണ്ട്. ഒരു കോളറോടെയാണ് ഈ ഡ്രസ്സ് ഉള്ളത്. പിന്നെ കുറച്ച് ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഷർട്ട് ടൈപ്പ് അല്ല, ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. ഇതാണ് മെറ്റീരിയൽ, ഇതാണ് ക്ലോത്ത്. ത്രെഡിൻ്റെ എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ എന്നോട് സൈഡിൽ കൊടുത്തേക്കാം. അപ്പം അതിൻ്റെ പലാസോ ഇതാണ് അതിൻ്റെ പലാസോ വരുന്നത്. സെയിം കളറാണ്, വേറെ ഡിസൈനൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ളൊരു ക്ലോത്താണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ്. ഇതും ഒരു കോട്ട് സെറ്റാണ്, പലാസോ കൂടെ ഉള്ള ഒരു സെറ്റാണ്. ഇത് ഒരു ഡാർക്ക് ഷെയ്ഡാണ്, നമ്മുടെ ഗ്രേപ്പ് വൈൻ ഡാർക്ക് ഷെയ്ഡാണ്. ബാക്കിലൊരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ചൈനീസ് കോളറാണ് ഇതിന് വരുന്നത്. പിന്നെ ഇവിടെ 2 പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡിസൈൻ എന്ന് പറയാൻ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോക്കറ്റിൻ്റെ സൈഡിലും കുറച്ച് ഡിസൈൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പലാസോയുടെ അറ്റത്ത് ആ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡ്രസ്സ്. നല്ല മെറ്റീരിയലാണ്. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് ഈ ഒരു ബ്ലാക്ക് കുർത്തിയാണ്. നോർമൽ ടോപ്പാണ്, ഒരു കാഷ്വൽ വിയറിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. ഇടയ്ക്ക് കുറച്ച് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പോർഷനിൽ സ്ക്വയറിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. സെയിം ഡിസൈൻ തന്നെ ഹാൻഡിൻ്റെ എൻഡിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ടോപ്പിൻ്റെ എൻഡ് പോർഷനിലും ആ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ലാർജ് ആണ് ഇതിൻ്റെ സൈസ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം ഓൾട്രേഷൻ ആവശ്യമായിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഞാനിവിടെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. നോർമൽ ടോപ്പാണ്, ഒരു ഓഫീസ് വിയർ, കോളേജ് വിയറിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അടുത്ത് വരുന്ന ഡ്രസ്സ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ടായിട്ടാണ് വരുന്നത്. എക്സ്ട്രാ ലാർജ് ആണ് സൈസ് വരുന്നത്. കുറച്ച് ഓൾട്രേഷൻ ചെയ്തേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇട്ടിട്ടുള്ള പിക്ക് ഞാൻ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു എംബ്രോയിഡറി വരുന്ന, ഹാൻഡ് എംബ്രോയിഡറി വരുന്ന ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. ചെസ്റ്റ് പോർഷനിലും വരുന്നുണ്ട്, സ്ലീവ്സിൻ്റെ ഭാഗത്തും ഈ സെയിം ഡിസൈൻ വരുന്നുണ്ട്. ഷർട്ട് മോഡലാണ്, നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന്, പക്ഷെ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ എംബ്രോയിഡറിയിൽ കാണാനുണ്ട്. നല്ലൊരു ടോപ്പാണ്. നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ചൈനീസ് കോളറുള്ള ഈ അംബ്രല്ല കുർത്തിയാണ്. അങ്ങനെ അധികം കണ്ടുവരാത്തൊരു ഷെയ്ഡാണ് ഇതിന് വരുന്നത്. നല്ല മെറ്റീരിയലാണ്, ഒരു സിൽക്ക് ഫാബ്രിക് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ചെറിയ നമ്മൾ നെറ്റിയിൽ വയ്ക്കുന്ന പൊട്ട് പോലത്തുള്ള ചെറിയ സീക്വൻസ് ആണ് ഇത് ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. സ്ലിറ്റ് ഒന്നുമില്ല, ഒരു അംബ്രല്ല ടൈപ്പ് കുർത്തിയാണ്. കുറച്ച് ഓൾട്രേഷൻ ചെയ്യാനുണ്ട്, പിക്ക് ഞാനിവിടെ സൈഡിൽ കൊടുത്തിരിക്കാം. നല്ല ടോപ്പാണ്. ഈ കുറച്ച് ഫുഡ് വെയർസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഫുഡ് വെയർ ആണ്. നല്ലൊരു പേസ്റ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിന് വരുന്നത്. ഒരു ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഹീൽസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇടാൻ പറ്റുന്ന ഹീൽസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റത്തെ ഫുഡ് വെയർ. അടുത്ത ഫുഡ് വെയർ ഇതാണ്. ഇത് റീസെൻ്റ് ആയിട്ട് എല്ലാവരെയും കാലിലിപ്പോൾ കണ്ടുവരുന്ന ഒരു ഡിസൈനാണ്. ഞാൻ ഡ്രസ്സിന് മേച്ചായിട്ടാണ് ഈ കളർ എടുത്തത്. ഹീൽസ് ഒന്നുമില്ല, ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പാണ്. നെക്സ്റ്റ് വരുന്ന ഫുഡ് വെയർ ഇതാണ്. ബ്ലാക്ക് ഷെയ്ഡിൽ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വരുന്നതാണ്. ഡെയിലി വിയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതല്ല. ചിലപ്പോൾ വെള്ളമൊക്കെ നനയുമ്പോൾ പൊട്ടി പോകേണ്ട ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ചെരുപ്പാണ്. ഹീൽസ് ഒന്നുമില്ല, നല്ലതാണ്. ഇത് കുറച്ച് ബാഗാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാഗ്. ഇതൊരു ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ ആയിട്ടുള്ളൊരു ബാഗാണ്. നല്ല ബാഗാണ്. നെക്സ്റ്റ് ഈ ഒരു ബാഗാണ്. ഇത് സ്കൂൾ പിള്ളേർക്കും കോളേജ് പിള്ളേർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാഗാണ്. സാധാരണ നമ്മൾ കോളേജിൽ കൊണ്ടുപോകുന്ന സൈസല്ല, കുറച്ച് ഷോർട്ടാണ്. ഒരു ഗ്രേ കളറാണ് ഇതിന് വരുന്നത്.
കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് എടുത്തതാണ്. 3 അറകളാണ് ഇതിന് വരുന്നത്. നല്ല ബാഗാണ്. ഓക്കെ, നെക്സ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് വീട്ടിലൊക്കെ കാഷ്വൽ ആയിട്ട് ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടീഷർട്ടും അതിൻ്റെ കൂടെയുള്ള പാൻസും ആണ്. 2 ടീഷർട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഡാർക്ക് ഷെയ്ഡാണ്, 2 ബ്ലൂ ആണ്. നോർമൽ ആയിട്ടുള്ള ടീഷർട്ടാണ്, ഇടാൻ കംഫർട്ടബിൾ ആണ്. ഓവർ സൈസ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 3 3/4 പാൻറ്റും എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലാക്കിൽ ചെറിയ ചെറിയ ഒരു ഡിസൈൻസ് ഒക്കെ വരുന്നതാണ്. സ്പിന്നർ പോലത്തുള്ള ഡിസൈനും ഒക്കെ വരുന്ന പാൻറ്റാണ്. ഇതും നല്ല ഓവർ സൈസ്ഡ് ആയിട്ടുള്ളതാണ്. വീട്ടിലിട്ടുകൊണ്ട് നിൽക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. നല്ല ഇലാസ്റ്റിക്കും കൂടെ ഒരു കെട്ടും ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ലാവൻഡറിൽ റെഡ് സ്റ്റാർ ഒക്കെ ഉള്ളൊരു നല്ലൊരു പാൻറ്റാണ്. അടുത്ത് ഒരു റെഡില് ബ്ലാക്ക് ഫ്ലവർ പോലത്തെ ഒരു ഡിസൈൻ വരുന്നതാണ്. 3 വീട്ടിലിടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലും പാൻറ്റുമാണ്. ലൂസായിട്ടൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വീട്ടിലിട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം പോരായ്മകളുണ്ടെന്നറിയാം. വരും വീഡിയോകളിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. ബൈ.